കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കല്യാണത്തിന് പോയി, അതും നിങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേഷനിൽപ്പെട്ട ഒരാളുടെ കല്യാണം, അത്ര ക്ലോസ് ഒന്നല്ല അവര്. അങ്ങനെ നിങ്ങൾ ചെല്ലണു, നിങ്ങളെന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, നിങ്ങൾ ആ സ്റ്റേജിലേക്ക് കയറണു, വരനും വധുവിന് ആ ഇതൊക്കെ കൊടുക്കണു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ഒരു ഫോട്ടോ എടുക്കണം. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോയിലൊക്കെ നിങ്ങളെ പകർത്തി, അതിനുശേഷം പിന്നെ നിങ്ങളോട് ചോറ് കഴിക്കാൻ പറയണു. അത് കഴിഞ്ഞ് നിങ്ങൾ പോന്നു. കാലം മുന്നോട്ട് പോയി, പിന്നെ ആ കുട്ടി ഗർഭിണിയാവണു. അപ്പൊ ആ കുട്ടി പ്രസവിച്ചു, നിങ്ങൾ കാണാൻ വേണ്ടി പോണു. ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോഴും നിങ്ങൾ എന്തോ കൊടുക്കാൻ വേണ്ടി പോയപ്പോ അവർ പറയാണ്, അന്നത്തെ കല്യാണ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ആ കല്യാണ ഫോട്ടോ കൊണ്ടുവരും. മഹാഭാരതം പിന്നെയും നോക്കാം. കല്യാണ ഫോട്ടോ നോക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ലൈഫ് ലോങ് പണിഷ്മെന്റാണ്. കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ, ചില വീട്ടിലൊക്കെ പോയി ആരും നോക്കിയിട്ടുണ്ടാവില്ല അവരുടെ കല്യാണ ഫോട്ടോ. സ്വാമിക്ക് പണിയൊന്നുമില്ലല്ലോ, ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ എന്ന്. എന്തൊരു ശല്യം! ഇത് മുഴുവൻ നോക്കണമെങ്കിൽ ആ ദിവസം മുഴുവൻ വേണ്ടി വരും. അപ്പൊ ഇവർക്കറിയാം സ്വാമിമാരെന്നൊക്കെ പറഞ്ഞ ഒരു പണിയില്ലാത്തവരാണ്, അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ എന്നുള്ളത്. അതാണിച്ചാലോ കല്യാണ നിശ്ചയത്തിന്റെ ഫോട്ടോ ആ കുട്ടി പല്ല് തേക്കുന്ന മുതലുള്ള ചിത്രം ഉണ്ടാവും. ഇതൊക്കെ മുതൽ നമ്മൾ കാണണം. ഇങ്ങനെയാണല്ലോ ഇന്നത്തെ കല്യാണ ഫോട്ടോ. ഏതായാലും ഈ ഫോട്ടോ ഒക്കെ ഇട്ട് ആ അമ്മ വരുന്നു, എന്നിട്ട് മുന്നിൽ വെക്കണു, ദേ നോക്കൂ ഈ ഫോട്ടോ ഒക്കെ. അപ്പോൾ ആ ആൽബം ഒക്കെ തുറന്നു. അതാണെച്ചാൽ മഹാഭാരതം തുറക്കുമ്പോഴേക്ക് ശബ്ദം എന്തൊക്കെയാ വരികയെന്നറിയില്ല. ഏതായാലും അതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ നോക്കണം. അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ അങ്ങനെ ഓരോന്ന് പറയും, ഇത് മോളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ വലിയമ്മയുടെ ഫോട്ടോ ആണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അതിലുണ്ടല്ലോ എവിടെയോ, എന്റെതൊന്നും എടുത്തിട്ടുണ്ടാവുമല്ലോ, അതിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ബലാത്കാരേണ അത് മറയ്ക്കും. അങ്ങനെ മറച്ചുകൊണ്ടിരിക്കും ഓരോ ചിത്രങ്ങൾ. അവസാനം നമ്മുടെ ചിത്രം വരുമ്പോൾ അപ്പൊ അവർ പറയും, അടുത്ത പേജിൽ മോളുടെ ഭർത്താവിന്റെ അമ്മ ഉണ്ട്. ആർക്ക് കാണണം, ഇത് കുറച്ചു നേരം നോക്കട്ടെ, എന്റെ ഫോട്ടോ കാണണം. ഒരുപക്ഷെ നമ്മുടെ മുഴുവൻ ഫോട്ടോ ഉണ്ടാവില്ലേ, പകുതി ഉണ്ടാവുള്ളൂ, എന്നാലും ഇങ്ങനെ ചന്തായിട്ടുണ്ടോ നോക്കണം. അതൊരു ആകർഷണത്വം വേറെ തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കാണാൻ മോഹിക്കുന്നതും ആരെയാണ്? അവനവനെ തന്നെയാണ്. അപ്പൊ നമ്മളത് തെറ്റിദ്ധരിക്കണോ അത് ശരീരത്തോടുള്ള ആകർഷണത്വമാണെന്ന്. നമ്മളെ ആകർഷിപ്പിക്കുന്നത് ഭഗവാനാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാൻ സുചരിഷ്ണുജ, ഈ ജഡമായിരിക്കുന്ന ശരീരത്തെ ചരിപ്പിക്കുന്നതും അതിനെ ആകർഷണമുള്ളതാക്കി തീർക്കുന്നതും കൃഷ്ണനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഭഗവൽ രൂപമഖിലം, എല്ലാവരെയും ചൈതന്യവത്താക്കുന്നത് അതേ കൃഷ്ണനാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ കൃഷ്ണനെ കാണാൻ പിന്നെ എവിടെയും പോകണ്ട, പിന്നെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞാൽ മതി. പ്രിയാണ്, ചോറ് അടുപ്പത്ത് വെച്ച് അത് വെന്തു കഴിഞ്ഞാൽ അത് വെന്തു നോക്കാൻ എത്ര വറ്റെടുത്ത് അമർത്തി നോക്കണം? എല്ലാം കൂടി അമർത്തി നോക്കണോ? ഓ വെന്തു എന്ന്. ഒരൊറ്റ വറ്റെടുത്ത് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചോറ് വെന്തു ഇല്ലെന്ന്. ഇതുപോലെ കൃഷ്ണനെ അറിയാൻ എവിടെയൊക്കെ പോകണം, ആരിലൊക്കെ നോക്കണം? ദൂരെ എവിടെയും പോകണ്ട പറയാണ്. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാൻ സുചരിഷ്ണുജ ഭഗവൽ രൂപമഖിലം ന അന്യത് വസ്തു ഇഹ കിഞ്ചന. ഇവിടെ കൃഷ്ണനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, അതിലേക്കൊക്കെ തിരിയാൻ ഇത്തിരി വിഷമമുണ്ട്. എന്നാലും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും പടിപടിയായിട്ട് നമുക്കതിലേക്കൊക്കെ ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ നിന്നും പോകുന്നു. പിന്നീട് പ്രലംബവധം, ധേനുകവധം തുടങ്ങിയിട്ട് കാലം മുന്നോട്ട് പോകുന്നു. മഴക്കാലത്തിലേക്ക് കടക്കണം. ആ മഴക്കാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ലീല പറയാണ്, കാളീയമർദ്ദനം എന്നുള്ള ലീല. ഒരിക്കൽ ഗോപന്മാരെയും മറ്റും കൊണ്ട് ഭഗവാൻ കാട്ടിലേക്ക് പോവുകയാണ്. ബലരാമസ്വാമി പറഞ്ഞു, കണ്ണാ ഇന്ന് ഞാൻ വരുന്നില്ല കേട്ടോ. അമ്മ പറഞ്ഞു, കണ്ണാ നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. അല്ലമ്മ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കണ്ണൻ ഗോപന്മാരുടെ കൂടെ കാട്ടിൽ പോന്നു. അവിടെ വെച്ച് പശുക്കളെയൊക്കെ മേച്ച് ദാഹിച്ചു വലഞ്ഞ പശുക്കൾക്ക് വെള്ളം വേണം. ഗോപന്മാര് കാളിന്തിയിലിറക്കി വെള്ളം കുടിപ്പിച്ചു. ഗോപന്മാരും വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതും എല്ലാം ജഡമായി തീർന്നു, ചത്തു വീണു, പെടഞ്ഞു വീണു. ആ സമയത്ത് ഭഗവാൻ ഒന്ന് കാരുണ്യത്തോടുകൂടി നോക്കിയതും അവരെല്ലാം ജീവനോടുകൂടി തിരിച്ചുണരാൻ തുടങ്ങി. ആ സമയത്ത് അവർ പറഞ്ഞു, കണ്ണാ ഇതിലൊരു ഘോര സർപ്പം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വിഷമായിട്ട് അവൻ നിൽക്കുന്നത്. അവിടെ കരിഞ്ഞു പോവാത്തതായിട്ടുള്ളൊരു വൃക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. കടമ്പ വൃക്ഷം എന്നൊരു വൃക്ഷം.
ഭഗവാൻ അതിന്റെ മുകളിലേക്ക് കയറി. ഇപ്പോഴും നിങ്ങൾ വൃന്ദാവനത്തിൽ പോയ ഒരു വൃക്ഷം കാണാം, കടമ്പ വൃക്ഷം. അവർ പറയുന്നു അത്രയും കാലം പഴക്കമുള്ള വൃക്ഷമാണ്. അങ്ങനെ ആ വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഭഗവാൻ കാളിന്തിയിലേക്ക് ഒരു ചാട്ടം. വെള്ളം അങ്ങോട്ട് ഇളകി മറിഞ്ഞപ്പോ ദൂരെ നിന്നും കാളിയൻ പറയാണ്, ഏതോ ഒരു മനുഷ്യപ്പുഴുതിൽ ചാവാനായിട്ട് ചാടിയിരിക്കണോ തോന്നുന്നു, ഏതായാലും ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ കാളിയൻ ആ കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നു. ഭഗവാനാണെച്ചാലോ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഭഗവാൻ നീന്തി കളിക്കുന്നു. അവനാണെച്ചാൽ അവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. അവൻ അട്ടഹസിച്ചുകൊണ്ട്, ഇത്രയും ചെറിയൊരു മനുഷ്യക്കുഞ്ഞ് ഇത്രയും ശക്തിയിൽ നിലനിൽക്കെ ഘോരമായ വിഷം കുട്ടിയെ ബാധിക്കുന്നില്ല എന്ന്. വല്ല സിദ്ധനാണോ, വല്ല ഗന്ധർവനാണോ, ദേവനാണോ എന്നൊക്കെ ഇങ്ങനെ കാളിയൻ സംശയിക്കുന്നുണ്ട്. കാരണം ഏതൊരു പക്ഷിയാണോ കാളിന്നി മുകളിൽ പറക്കുന്നത് അതുപോലും പെടഞ്ഞു വീഴും. എന്നിട്ട് ഈ കുട്ടി മാത്രം ചാവുന്നില്ല, ഈ കുട്ടിക്ക് മാത്രം മരണമില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാളിയൻ എന്ന ഇവനെ കൊല്ലണമല്ലോ, അത്ര ശക്തനാണെങ്കിൽ എന്നൊക്കെ മനസ്സിലാക്കി ഉരുണ്ട് പിഴഞ്ഞ് ഭഗവാന്റെ അടുത്തെത്തുന്നു. ആഞ്ഞൊരൊറ്റ കുത്ത്. ഭഗവാൻ ഓളിയിട്ട് എവിടെയോ പോയി. അങ്ങനെ കുറേ നേരം ഭഗവാൻ അവനെ കളിപ്പിക്കുന്നു. ഭഗവാൻ വിചാരിച്ച് ഇത്രയും നേരം അവനായിട്ട് കളിക്കാമെന്ന്. അങ്ങനെ കളിച്ചു അവസാനം ഭഗവാൻ അങ്ങോട്ട് ഒതുങ്ങിക്കൊടുത്തു. അവൻ സ്പ്രിങ് പോലെ ഭഗവാൻ അങ്ങോട്ട് ചുറ്റി. ഇത് കാണുന്നതും ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗോപന്മാർ പറഞ്ഞു, അയ്യോ കണ്ണ അപകടമായി, ആ പാമ്പ് കണ്ണനെ കൊല്ലുമല്ലോ എന്ന്. ആരോ അതിൻ്റെ ഇടയ്ക്ക് ഗോകുലത്തിൽ ചെന്ന് വൃന്ദാവനത്തിൽ ചെന്ന് പറഞ്ഞതും യശോദാദേവി ഇതാ കാളിന്തിയിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. ബലരാമസ്വാമി തടഞ്ഞിട്ട് പറഞ്ഞു, ആരും ചാടണ്ട, കണ്ണനൊരു അപകടവും പറ്റില്ല, ഞാനാണ് പറയുന്നത്, ഒരാളും ചാടരുതെന്ന്. അപ്പോഴേക്ക് യശോദാദേവി തളർന്നു വീണു. കാണാൻ പറ്റിയില്ല കണ്ണന്റെ ആ അവസ്ഥ. ഭഗവാനാണെങ്കിലോ പുഞ്ചിരിച്ചുകൊണ്ട് കാളിയനെ അനുവദിച്ചു എന്നാണ്. അവനിങ്ങനെ സ്പ്രിങ് പോലെ ഭഗവാനെ ചുറ്റി നിന്നപ്പോ ഭഗവാൻ തന്റെ ശരീരത്തിന്റെ ഭാരം അങ്ങോട്ട് കൂട്ടി അവന്റെ അസ്ഥികളൊക്കെ ഒന്ന് പൊടിച്ചുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ അവന്റെ മസ്തകത്തിൽ കൈവച്ചൊരൊറ്റ കയറ്റാണ്. എന്നിട്ട് അവന്റെ വാലും കടന്നു പിടിച്ചിട്ട് ഓരോ മസ്തകത്തിലും ഓരോ പാദങ്ങൾ വെച്ച് ചവിട്ടിയപ്പോ ഭൂമി തന്റെ മസ്തകത്തിൽ വന്ന് വീഴുന്നത് പോലെ അവർ തോന്നി. രക്തവും വിഷവും ഛർദ്ദിച്ചുകൊണ്ട് അവനിങ്ങനെ അവശനാവാൻ തുടങ്ങി. ഭഗവാൻ അവന്റെ മുകളിൽ ഒരു താണ്ഡവ നൃത്തമാടി, കാളിയ മർദ്ദന നൃത്തമാടി. അവന്റെ പത്തികളൊക്കെ ഒതുങ്ങാൻ തുടങ്ങി. അവൻ മരിക്കും എന്നൊരവസ്ഥയിലെത്തിയപ്പോ അതാ നാഗഭക്തിമാരവിടെ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, ഭഗവാനെ എത്ര കാരുണ്യമാണ് അവിടുന്ന് ചൊരിഞ്ഞത്. ഇവൻ ഇത്രയും ദുഷ്ടനും നീചനുമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഭർത്താവല്ലേ, നിവൃത്തിയില്ലേ, സഹിച്ചല്ലേ പറ്റുള്ളൂ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഇവനൊരു കൊട്ട് കിട്ടണേ എന്നുള്ളത്. ഏതായാലും ഇപ്പോ ഉചിതമായി. അപ്പോഴാ ഭഗവാനെ മനസ്സിലായി ചില ഭാര്യമാരിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? കുരുത്തക്കേട് കാണിക്കുന്ന ഭർത്താവിനെ കാണുമ്പോൾ ചില ഭാര്യമാരൊക്കെ പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ ഒരു കൊട്ട അയാൾക്ക് കൊടുത്താലേ അയാൾ നേരെയാവുള്ളൂ, അതുകൊണ്ട് നല്ല രീതിയിൽ കൊടുത്തോളൂ, ഞാനും സഹിച്ചോളാം അതെന്ന്. അങ്ങനെയൊക്കെ ഈ ഭക്തിമാര് പറഞ്ഞു. ഭഗവാൻ ആ ഭക്തിമാരെ അനുഗ്രഹിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കൊന്നും വേണ്ട ഭഗവാനെ, കൊല്ലാതെവനെ വിട്ടേക്കുമെന്ന്. അങ്ങനെ ഭഗവാൻ രമണകെന്നുള്ളൊരു ദ്വീപിലേക്ക് അവനെ വിട്ടു എന്നാണ്. ഇപ്രകാരം കാളിയ ലീലയും ഇതിന്റെയൊക്കെ പിന്നിൽ ഉപകഥകളുണ്ട്. എങ്ങനെയാണ് കാളിന്തിയിൽ അവൻ എത്തിയത്, എന്തുകൊണ്ടാണ് കാളിന്തിയിൽ മറ്റ് മൃഗങ്ങളും പക്ഷികളൊന്നും വരാതിരുന്നത്, ഇതിന്റെയൊക്കെ പിന്നിൽ കഥകളുണ്ട്. ഏതായാലും ആ കഥയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ കാളിയൻ ആരാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാം. കാളിയൻ വിഷമുള്ള പാമ്പാണ്. നമ്മളിലൊക്കെ വിഷമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഈഗോ എന്ന് പറയുന്ന അഭിമാനമാണ്, അഹങ്കാരമാണ്. ഞാനെന്ന ആ ഒരു വലിയവനെന്ന ഒരു തോന്നൽ ശരീരമായിട്ടും നമ്മുടെ അറിവുമായിട്ടും പണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഞാനെന്നൊരു തോന്നലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുലം കൊണ്ട് നാം അഭിമാനിക്കും, പണം കൊണ്ട് നാം അഭിമാനിക്കും, അറിവുകൊണ്ട് നാം അഭിമാനിക്കും, അധികാരം കൊണ്ട് നാം അഭിമാനിക്കും. ഇങ്ങനെ പല പല പത്തികളും നമ്മളിലൂടെ പൊങ്ങി വരും. അനന്ത പത്തികൾ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ടത് പറയാണ്. ഈ പത്തികളിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുരടിക്കാൻ തുടങ്ങും. കാരണം അഹങ്കാരം കൊണ്ടും അഭിമാനം കൊണ്ടൊരു ഒരാൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരവരെ വെറുക്കാൻ തുടങ്ങും. കാര്യം ശരിയാണ്, ഒരു മന്ത്രിയെ കാണുമ്പോൾ ഒരു പോലീസുകാരൻ സല്യൂട്ട് ചെയ്തു തരും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയാ നീ നശിച്ചു പോട്ടടാന്നാണ്. ഒരിക്കലും നീ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ സല്യൂട്ട് ചെയ്യില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അറിയാം, ഇവൻ 4ാം ക്ലാസ് പാസ്സായവന് ഞാൻ സല്യൂട്ട് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കലക്ടർമാരൊരു മന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ സ്നേഹം കൊണ്ടാണ് അവർ പോകുന്നതെന്ന്? നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുന്നതാണ്. ഡൽഹിയിൽ ഒരു കേണല്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഡൽഹിയിലെത്തി. അപ്പൊ രാവിലെ തന്നെ രണ്ടുപേരും ജോഗിങ്ങിന് പോവാണ്, ഓടാൻ പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് പുതിയ പുതിയ കാഡറ്റ്സുകളുണ്ട്, കുട്ടികൾ, ഈ ആർമിയിൽ ജോലി ചെയ്യുന്നവർ.
അവർ കേണലിനെ കാണുന്ന സമയത്ത് സല്യൂട്ട് ചെയ്ത് പറയുന്നു, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ എന്നുള്ളത്. അപ്പൊ ഈ കേണൽ അവരോടും പറയേണ്ട സെയിം ടു യു, സെയിം ടു യു, സെയിം ടു യു. അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചു, അങ്ങനെ ഒരു കേണലല്ലേ, ഇത്തിരി ഒരു സംസ്കാരമല്ലേ, അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞ അങ്ങേക്ക് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൂടാന്ന്. അപ്പൊ ഈ കേണല് പറയാണ്, എന്റെ സുഹൃത്തെ, നീ ഇപ്പൊ എന്താ വിചാരിച്ചിരിക്കുന്നത്, അവരെന്നോട് ഗുഡ് മോർണിംഗ് പറയാന്നാണോ? അവരുടെ ഉള്ളിൽ യു ഇഡിയറ്റ് ഗുഡ് മോർണിംഗ്, യു ഇഡിയറ്റ് ഗുഡ് മോർണിംഗ് എന്നാ പറയുന്നത്. അവരെന്നെ തെറി പറഞ്ഞിട്ടാ ഗുഡ് മോർണിംഗ് പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് സെയിം ടു യു, സെയിം ടു യു, സെയിം ടു യു തന്നെ. കാരണം പണ്ട് ഞാൻ കുട്ടിയായപ്പോൾ ഞാനും ഇത് തന്നെ എന്റെ സീനിയറോട് പറഞ്ഞത്. ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദരവോടുകൂടിയിട്ടാണ് ഒരാൾ റെസ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്? അല്ല. അപ്പോ അഹങ്കാരം കൂടും തോറും നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ നിന്ന് വിട്ടുവിട്ടു പോവും, ആർക്കും വേണ്ടാത്തവരായിത്തീരും. എന്ന് നമ്മൾ ഭഗവത് സ്മരണയിലേക്ക് വരുന്നോ ഭഗവാൻ അഹങ്കാരത്തെ ഒതുക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അഹങ്കാരത്തിന്റെ മുകളിൽ ഭഗവാനെ വെക്കണം എന്ന് പറയാണ്, ഭഗവത് പാദത്തെ വെക്കണം. ഇപ്പോ ഭഗവാൻ നമ്മുടെ താഴെയും നമ്മൾ ഭഗവാന്റെ മുകളിലുമാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോട് നമ്മൾ അമ്പലത്തിൽ പോരുത്. 10 പവന്റെ ചെയിനൊക്കെ കണ്ടോന്ന്, ഞാൻ ആരാന്നുള്ളത്. പിന്നെ ഒരു രൂപ ദക്ഷിണ എടുത്തിട്ട് ഇതാ കണ്ടോ 1 രൂപ മര്യാദയ്ക്ക് ഇടുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചൊക്കെ തന്നോളൂ എന്ന്. ഈ അഹങ്കാരം വെച്ചിട്ട് നമ്മൾ പോയാൽ എനിക്ക് തോന്നുന്നു ഭഗവാൻ അങ്ങോട്ട് നോക്കുന്നുള്ളത്. അവിടെയൊക്കെ വിനയം വേണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ പറയും, വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി ശുനി ചൈവശ്വപാകേച്ഛ പണ്ഡിതാ സമദർശിന. വിദ്യ കൂടും തോറും വിനയം എന്നൊരു ഭാവം നമ്മളിലേക്ക് വരണം. എന്താ വിനയം എന്ന് പറഞ്ഞാൽ, നമ്മളിലും മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്ന ബോധം എപ്പോഴും. എനിക്ക് അഹങ്കരിക്കാനും അഭിമാനിക്കാനും സാധിക്കുന്നത് ഭഗവത് സാന്നിധ്യം കൊണ്ടാണെന്ന്. അഹങ്കാരം മാറ്റി അഭിമാനം മാറ്റി ബഹുമാനത്തിലേക്ക് ജീവിതത്തെ ഉയർത്തണം. ബഹുമാനം എന്ന് പറഞ്ഞാൽ തന്നെ താനാക്കി തീർക്കുന്നത് ഭഗവാനാണെന്ന ബോധം. കഴിവുള്ളവനായി തീരുമ്പോഴും ഉള്ളിൽ പറയണം, ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിതം വരുമ്പോഴും ഭഗവാനോട് പറയണം, ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് താളം തെറ്റാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാം ഭഗവാനെ സാക്ഷ്യം വെച്ച് നമ്മൾ പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ അഹങ്കാരം കൊണ്ട് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റുമ്പോൾ നമ്മൾ ഭഗവാന്റെ നേരെ തിരിഞ്ഞുകൊണ്ട്, എന്തിനാ കണ്ണ എന്തെങ്കിലും പരീക്ഷിച്ചത്, എന്റെ ഭർത്താവ് പോയി. അപ്പൊ അന്ന് അത്രയും കാലം നിങ്ങൾക്ക് തോന്നിയില്ലേ ഞാൻ കൂടെയുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു എന്നുള്ളതൊന്നും? ഇപ്പോഴാണോ ഞാനുണ്ടെന്ന് തോന്നിയത്? അന്നൊക്കെ കരുതി ഭർത്താവുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ തോന്നി. ഇപ്പോ അനുഭവം വന്നപ്പോൾ ഞാനുണ്ട് എന്നങ്ങോട്ട് തോന്നി. ഇത് നേരത്തെ തോന്നിക്കഴിഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അവിടുത്തെ കാരുണ്യം കൊണ്ട് എല്ലാം നടക്കണോ, അവിടുത്തെ ഇച്ഛ കൊണ്ട് എന്ത് നടക്കണോ ഞാനതിനെ സ്വീകരിക്കണോ എന്നത് നമുക്ക് വിനയപൂർവ്വം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള മനസ്സ് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ നേരത്തെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദുഃഖിക്കാൻ സാധ്യമല്ല. അപ്പോ കാണാൻ നമുക്ക് ജീവിതം ഒരു ഭഗവത് പരീക്ഷണമായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു നിമിത്തം ഭഗവാൻ ഓരോരുത്തരെ കൊണ്ട് ഏൽപ്പിക്കുന്നു. കുറെ കാലം അവർ നമ്മുടെ കൂടെ കൂടുന്നു. ചിലപ്പം നമ്മൾ നേരത്തെ പോവും, അല്ലെ അവർ നേരത്തെ പോവും. ചിലപ്പോൾ അവർ നോക്കിയെന്ന് വരും, ചിലപ്പോൾ നോക്കിയില്ല എന്ന് വരും. നല്ലത് പറഞ്ഞു എന്ന് വരും, നല്ലത് പറഞ്ഞില്ല എന്ന് വരും. എല്ലാം ഉണ്ടാവുമെന്ന് പറയാം. അതുകൊണ്ട് ഭഗവാനെ ആ സ്മരണയിൽ കൊണ്ടു നടക്കണമെന്ന് കാളിയ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് കാലം വീണ്ടും മുന്നോട്ട് പോയി മഴക്കാലം വരുന്നു. ഭഗവാൻ ആ മഴക്കാലങ്ങളിൽ രാവിലെ തന്നെ തൻ്റെ പീതാംബരവും മറ്റൊക്കെ ധരിച്ചുകൊണ്ട് മയിൽപ്പീലിയൊക്കെ ചൂടിക്കൊണ്ട് പുല്ലാങ്കുള്ളെടുത്ത് ഊതുമ്പോൾ ഭാഗവതം പറയുന്നു, മയിലുകൾ വന്ന് നൃത്തം വയ്ക്കും, മാനുകൾ വന്ന് ശബ്ദമുണ്ടാക്കും. ആ വൃന്ദാവനം ഒരു സ്വർഗമായി തീർന്നത് പോലെ തോന്നിയെന്നാണ്. ഈ ഒരു അനുഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ ഉള്ളിൽ എങ്ങനെയോ കൃഷ്ണനോട് ഒരു അനുരാഗം കയറിക്കൂടി, കാമം കയറിക്കൂടി. അവർക്കെല്ലാം കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവണം, കൃഷ്ണന്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടാവണം, കൃഷ്ണൻ തങ്ങളെ ആലിംഗനം ചെയ്യണം, കൃഷ്ണൻ ഞങ്ങളെ ഉമ്മ വയ്ക്കണം, കൃഷ്ണൻ ഞങ്ങളുടെ തൊട്ട് അനുഗ്രഹിക്കണം. ഇതൊക്കെ അവരിങ്ങനെ പ്രതീക്ഷിക്കാൻ തുടങ്ങി. കൃഷ്ണ ശരീരത്തോടൊരു ആകർഷണത്വം, ആസക്തി അവർക്കുണ്ടായി എന്നാണ്. അങ്ങനെ വീണ്ടും കാലം മുന്നോട്ട് പോയി ശരത്കാലം വരണം. ആ സമയത്ത് ഗോപികമാര് ഒരു വ്രതം നോൽക്കാൻ നിശ്ചയിക്കുകയാണ്. അതാണ് ഭാഗവതത്തിൽ ഗോപികമാര് അനുഷ്ഠിച്ച കാത്യായനി വ്രതം. അവരെല്ലാവരും കൂടി ദിവസവും 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതത്തിന് വേണ്ടി ദിവസവും രാവിലെ പുലർച്ചയ്ക്ക് കാളിന്തിയിൽ പോവും. എന്നിട്ട്
മണ്ണുകൊണ്ടോ മറ്റോ ഒരു ദേവിയുടെ രൂപമുണ്ടാക്കി കുളിച്ചിട്ട് ആ ദേവിയുടെ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കും. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? ഭാഗവതത്തിൽ 22ാമത്തെ അധ്യായത്തിലാണ് കാത്യായനി വ്രതം പറയുന്നത്, ദശമസ്കന്ധത്തിൽ. അവിടെ അവര് ആ ദേവിയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. കാത്യായനീ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. കാത്യായനീ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. കാത്യായനി മഹാമായ രൂപിണിയായിരിക്കുന്ന സ്വരൂപിണിയായിരിക്കുന്ന ദേവി, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും നന്ദഗോപപുത്രൻ പതിം കുരു, ഞങ്ങൾക്ക് പതിയായിട്ട് തന്നാലും ഞങ്ങൾ അനുഗ്രഹിച്ചാലും എന്ന് പറയാം. കൃഷ്ണനെ ഞങ്ങളുടെ ഭർത്താവായി അവിടുന്ന് തന്നുകൊണ്ട് അനുഗ്രഹിച്ചാലും എന്ന് കാത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിൽ കാളിന്നി നദിയിലിറങ്ങി അവർ കുളിക്കുമായിരുന്നു. അങ്ങനെ ആ വ്രതത്തിന്റെ അവസാന ദിവസം 30ാമത്തെ ദിവസം അവരെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ദേവിയുടെ രൂപത്തിൽ ചന്ദനത്തിരിയൊക്കെ കാണിച്ചുകൊണ്ട് ധൂപങ്ങളൊക്കെ കാണിച്ച് നൈവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് അവർ മുങ്ങുന്നു, ദേവിയോട് പ്രാർത്ഥിക്കുന്നു. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങോട്ട് ഉയർന്നതും കേൾക്കുന്നു പുല്ലാങ്കുഴൽ ശബ്ദം. സന്തോഷം കൊണ്ട്, അവർക്ക് ആനന്ദം കൊണ്ട് മതിമറന്ന് അവർ നോക്കുമ്പോൾ കാണുന്നത് അവിടെ അടുത്തുള്ള കടമ്പ വൃക്ഷത്തിൽ കയറി നിന്നുകൊണ്ട് ഭഗവാൻ പുല്ലാങ്കുഴൽ വിളിക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് രോമാഞ്ചമുണ്ടായി ഭഗവാനെ കണ്ടതും. ഏതൊരു ഭഗവാനെ ഭർത്താവായി കിട്ടാനാണോ പ്രാർത്ഥിച്ചത്, വ്രതം ചെയ്തത്, ആ ഭഗവാൻ പ്രത്യക്ഷമായി മുന്നിൽ നിൽക്കുന്നു. അടുത്ത നിമിഷം അവർ നോക്കി ഭഗവാന്റെ അടുത്തേക്ക്. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് തങ്ങൾ അഴിച്ചുവെച്ച വസ്ത്രമൊക്കെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവർക്ക് ശരീരബോധം വന്നു. അയ്യേ, വെള്ളത്തിൽ വസ്ത്രമില്ലാതെയാണല്ലോ നിൽക്കുന്നത്. അവർ കഴുത്ത് വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നു. എന്നിട്ട് അവർ ഭഗവാനോട് കെഞ്ചാൻ തുടങ്ങി. നല്ല കുട്ടനല്ലേ, ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനല്ലേ, മനോഹരനല്ലേ, തേജസ്സയാർന്നവനല്ലേ, ഞങ്ങൾ തോഴിമാരല്ലേ, ആ വസ്ത്രം തരൂ കണ്ണാണ്. ഇങ്ങനെയൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭഗവാൻ അവരോട് പറഞ്ഞു, ഗോപികമാരെ, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, നിങ്ങൾക്ക് വസ്ത്രം വേണ്ടേ? ഓരോരുത്തരായിട്ട് കയറി വന്ന് എന്നോട് വസ്ത്രം ചോദിച്ചാൽ ഞാൻ വസ്ത്രം തരാമെന്ന്. അപ്പൊ ഒരു ഗോപിക പറഞ്ഞു, ഞങ്ങൾ കണ്ണന്റെ തോഴികളല്ലേ, ഇങ്ങനെ കളിയാക്കരുത് ഭഗവാനെ, ഇങ്ങനെ ലജ്ജാവതികളാക്കി ഞങ്ങൾ. എത്ര നാണക്കേടാ ഞങ്ങളിങ്ങനെ വസ്ത്രമൊന്നുമില്ലാതെ കയറി വന്നാൽ, അതുകൊണ്ട് ആ വസ്ത്രം തരൂ. ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ, ഞാനിപ്പോ നുണയല്ല പറയുന്നത്, സത്യ പറയുന്നത്. നിങ്ങൾ കയറി വന്നാൽ മാത്രമേ വസ്ത്രം തരുള്ളൂ. ഉടനെ ഒരു ഗോപികയ്ക്ക് കലി വന്നു. അവളോട് കണ്ണൻ വസ്ത്രം തരില്ലേ? എന്നാൽ ഇപ്പോ ഞാൻ നന്ദഗോപരെ അടുത്ത് പോയിട്ട് പറയുന്നു, വേഗം കയറി ചെന്നിട്ട് പറഞ്ഞിട്ട് വരുമെന്ന്. ആരും പോയില്ല. അവസാനം ഗോപികമാർക്ക് മനസ്സിലായി തരില്ല. നേരെങ്ങനെ വെളിച്ചായിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ആ വഴിക്ക് വരുമ്പോൾ വസ്ത്രമില്ലാതെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അവരെന്ത് ചെയ്തു? ശരീരം കൊണ്ട് നഗ്നതയൊക്കെ പൊത്തിക്കൊണ്ട് കയറാൻ തുടങ്ങി. എല്ലാവരും കയറിയെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് തന്നെയാ പ്രശ്നം, നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു. വ്രതമൊന്നും നോട്ടിട്ട് കാര്യമില്ല, അതിൻ്റെയൊക്കെ ഫലം പോയി. അപ്പൊ അവരിങ്ങനെ നോക്കി, എന്താ ഭഗവാൻ പറയണത്? അതായത് ഈ കാളേന്തിയിൽ വസ്ത്രമില്ലാതെ കുളിച്ചത് കാരണം, വ്രതം നോറ്റത് കാരണം വ്രതത്തിന്റെ ഫലം പോയി. അതുകൊണ്ട് നിങ്ങൾ വരുണനെ നിന്ദിച്ചു കഴിഞ്ഞു. ഇനി വരുണകോപം വന്നിരിക്കാൻ നിങ്ങൾക്ക്, അതുകൊണ്ട് വ്രതത്തിനൊക്കെയുള്ള ഫലം പോയി. ഇനി ആ വരുണനെ നിന്ദിച്ചതിന് പ്രായച്ചിത്തം ചെയ്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടുന്നു. അപ്പൊ അവരിങ്ങനെ നോക്കി, എന്താ ഭഗവാനെ പ്രായച്ചിത്തം ചെയ്യേണ്ടത്? ഞങ്ങൾ ചെയ്യാലോ എന്ന്. അതിന് ചെയ്യേണ്ട പ്രായച്ചിത്തം എന്താ വെച്ചാൽ 2 കൈയും മൂർധാവിൽ വയ്ക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് വരിക, എന്നിട്ട് വസ്ത്രം ചോദിച്ചാൽ ഞാൻ വസ്ത്രം തരും, ഇത്രയേ വേണ്ടൂന്ന്. അത് കേട്ടതും അവര് യാതൊരു ലജ്ജയുമില്ലാതെ 2 കൈയും മൂർധാവിൽ വെച്ച് കൃഷ്ണന്റെ അടുത്ത് ചെന്ന് വസ്ത്രം വാങ്ങിച്ചു എന്നാണ്. ഭഗവാൻ ശുദ്ധഭാവിത എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നഗ്നത നോക്കി എന്ന് എഴുതി വച്ചിട്ടില്ല. അവരെ ശുദ്ധഭാവനയോടുകൂടി നോക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയാൻ നിങ്ങൾക്ക് എന്നോട് കാമമുണ്ടെന്ന്. എന്നിലേക്ക് തിരിയുന്ന കാമം ഗോപികളെ പ്രേമമായിത്തീരും. ഏതുപോലെ ഒരു വിത്ത് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ, വേവിച്ചു കഴിഞ്ഞാൽ അതിന് മുളയ്ക്കാനുള്ള ആ ഭാവം, അല്ലെങ്കിൽ ആ മുളയ്ക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട്
അത് വെറും വിത്തായി തീരുന്നത് പോലെ നിങ്ങളുടെ കാമം എന്നിലേക്ക് തിരിഞ്ഞ് പ്രേമമായി തീരുമെന്നവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ കാമത്തെ പ്രേമമാക്കി തീർക്കുന്ന ഒരു കഥയാണ് ഇവിടെ ഈ ഒരു ഉപാഖ്യാനത്തിലൂടെ പറയുന്നത്. എന്നാലും ചില അബദ്ധങ്ങൾ ഈ കഥയിലില്ലേ? ഭഗവാൻ സ്ത്രീകളുടെ നഗ്നത കാണാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? അല്ലെങ്കിൽ അവരോട് മൂർധാവിൽ കൈവയ്ക്കണം എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നൊക്കെയാണെങ്കിൽ ഗോപികമാര് ആ ഒരു സന്ദർഭത്തിൽ ഭഗവാനിലേക്ക് തിരിഞ്ഞപ്പോൾ ഭാഗവതം തന്നെ പറയുന്നു അവരുടെ ശരീരബോധം അവർ വിട്ടുപോയിന്ന്. എപ്പോ ഭഗവാനിൽ നിന്നും മനസ്സ് തിരിച്ചു അപ്പോഴേക്കും അവർക്ക് ശരീരബോധം വന്നു. ശരീരത്തിൽ ലജ്ജ, നാണം ഇതൊക്കെ ഇരിക്കുന്നത് വാസ്തവത്തിൽ ശരീരത്തിലല്ല, മനസ്സിലാണ്. ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമുക്ക് ലജ്ജയും നാണമൊക്കെ ഉള്ളൂ. എപ്പോ നമ്മുടെ മനസ്സ് കെട്ടടങ്ങിയോ പിന്നെ നമുക്ക് ലജ്ജയുമില്ല, നാണവുമില്ല. എന്തിനേറെ മനസ്സിന്റെ താളം തെറ്റിയാൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടാവില്ലേ നമുക്കാർക്കും? ഞാൻ ബോംബെയിൽ കണ്ടിട്ടുണ്ട്, ഒരു സ്ട്രീറ്റിൽ ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വസ്ത്രവുമില്ലാതെ സ്ട്രീറ്റിലൂടെ നടക്കുന്നത്. അപ്പൊ നോക്കൂ, മനസ്സിന്റെ താളം തെറ്റിയാൽ ആ കുട്ടിക്ക് എന്ത് ലജ്ജയുണ്ട്? നമുക്ക് ആ കുട്ടി പെണ്ണാണെന്ന് തോന്നിയെന്ന് വരും, നമുക്ക് ആ കുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രമില്ല തോന്നി വരും. പക്ഷെ ആ കുട്ടിക്ക് യാതൊരു ബോധവുമില്ല, അവൾ ഏതോ ലോകത്തിലാണ്. അവളുടെ അനുഭവം നമ്മുടെ അനുഭവം ഒരുപോലെയാണോ? അല്ല. മനസ്സിന്റെ താളം തെറ്റിയാൽ ആണുമല്ല പെണ്ണുമല്ല, ലജ്ജയുമില്ല, ഒന്നുമില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിക്കഴിഞ്ഞാൽ അനസ്തീഷ്യ തന്നാൽ പിന്നെന്ത് ലജ്ജ ഒരാൾക്കുള്ളത്? ചിന്തിക്കൂ. അപ്പൊ ലജ്ജയെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സാണ്. മനസ്സ് ലജ്ജയുണ്ടാക്കുന്നത് പെണ്ണാണ് ആണാണ് എന്നൊക്കെ ഉറച്ച ബോധത്തിൽ നിന്നാണ്. എപ്പോ നമ്മൾ അതേ മനസ്സിനെ ഈശ്വരബോധത്തിലേക്ക് തിരിച്ചുവോ, ഈശ്വര ചൈതന്യത്തിലേക്ക് തിരിച്ചുവോ, പിന്നെ ലജ്ജ, നാണം ഇതൊന്നും നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ചിലർക്കുണ്ടല്ലോ നാമം ചൊല്ലാൻ ലജ്ജയാണ്. ഉറക്ക ചൊല്ലിയ മറ്റുള്ളവരെന്താ വിചാരിക്കുകയാണ്. പലർക്കും ഇങ്ങനെയൊക്കെയുള്ള ലജ്ജയുണ്ട്. ഭാഗവതം കേൾക്കാൻ ആയിട്ടില്ല, ഞാൻ പോയാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുകയാണ്. ഇത്രയൊക്കെ പ്രായമായിട്ടുണ്ടോ എനിക്ക്? അത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇത് കേട്ടാലേ നേരെയാവുള്ളൂ എന്നുള്ളത്. പണ്ട് അങ്ങനെയൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു, ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇതൊക്കെ ചാവാ നേരത്തെ കേൾക്കാവൂ എന്നുള്ളത്. കുഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് വേണം ഭാഗവതം കേൾക്കാൻ. എന്നാൽ പിന്നെ പറയുന്നവനും ഗുണമുണ്ടാവില്ല, കേൾക്കുന്നവർക്കും ഗുണമുണ്ടാവില്ല. ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ട് നേരത്തെ മനസ്സിലാക്കേണ്ടതാണ് ഇത് എന്നൊക്കെയുള്ളൊരു അറിവിലേക്ക് ലോകം തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു മനസ്സിനൊരിത് എന്താണ്, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാലൊക്കെ ഈ ആളുകൾ എന്ത് പറയും, എന്തോ വീട്ടിലെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറയാ. അങ്ങനെയൊക്കെ ഒരു പേടി, ഒരു ലജ്ജ നമുക്കുണ്ട് പറയാം. നാമം ചൊല്ലുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഒരു ചിലർക്ക് വിഷമം തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചതാണെന്ന് തിരിച്ചറിയണം. ഭജന ചൊല്ലുമ്പോഴും നാമം ചൊല്ലുമ്പോഴും അങ്ങനെയൊക്കെ ലജ്ജ ഉണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ചൊല്ലുക ഉച്ചത്തിൽ. പിന്നെ ആരും നോക്കില്ല ആരാ ചൊല്ലേണ്ടത്, എന്താ ചൊല്ലേണ്ടതെന്നൊക്കെ. കണ്ണ് തുറന്നു ചെല്ലുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അവരെന്താ കരുതാ. അങ്ങനെ ഒരു കമ്പാരിസൺ മനസ്സ് നടത്തും. അതിന് സമ്മതിക്കരുത് മനസ്സിനെ പറയാണ്. അപ്പോ ഭഗവാൻ ഇവരെ എന്ത് ചെയ്തു? ശരീരബോധത്തിൽ നിന്നും ഭഗവത് ബോധത്തിലേക്ക് അവരെ ഉയർത്തി എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവരോട് അവരുടെ പാണിഭ്യാം യോനിമാച്ഛാദ്യ, ശരീരത്തെ നഗ്നത മറച്ച് അവിടെ നിന്നും കൈയെടുത്തിട്ട് മൂർധാവിൽ വയ്ക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അഹങ്കാരത്തെ സമർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഈ ശരീരം എന്ന ബോധത്തെ എന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പ്രേമത്തോടെ എന്നെ സ്മരിക്കാൻ തുടങ്ങിയാൽ ലജ്ജ എന്ന ഭാവം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ലജ്ജ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് താനെന്ന ബോധം നമുക്ക് വിട്ടുപോയി ഭഗവാനാണ് കൂടെയുള്ളതെന്ന ബോധം ദൃഢമായിത്തീരും. ഈ ഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തണം. അതിനുശേഷം പിന്നീട് ആ ഉപാഖ്യാനം കഴിഞ്ഞു. ഗോപികമാരോട് പറഞ്ഞു, നിങ്ങളുടെ കാമത്തെ ഞാൻ പൂർത്തീകരിക്കുന്നുണ്ട് ഗോപികളെ, അതിന് സമയവും സന്ദർഭവും വരുമ്പോൾ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. വീണ്ടും കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം വീട്ടിൽ നോക്കുമ്പോൾ ഭഗവാൻ നോക്കുമ്പോണ്ട് അച്ഛൻ കുറെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നു. അച്ഛനോട് ചോദിച്ചു, എന്താ അച്ഛ ഇവിടെ എന്തോ ഒരു കാര്യമായിട്ട് എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു ഞാൻ കാണുന്നു, കുറെ ഒരുക്കങ്ങളൊക്കെ കാണുന്നു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, കുട്ടി എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഇന്ദ്രനെ പൂജിക്കാറുണ്ട്. ഇതിപ്പോ വേനൽക്കാലാണല്ലോ, അപ്പൊ ഇന്ദ്രനെ പൂജിച്ചാലാണ് വേണ്ട സമയത്ത് മഴ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രയാഗം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, അതിനുള്ള ഒരുക്കങ്ങളാണ്. ഉടനെ ഭഗവാൻ ചോദിക്കുകയാണ്, അല്ല അച്ഛ ഇത് മനസ്സിലാക്കിയിട്ടാണോ അച്ഛൻ ചെയ്യുന്നത്? ജ്ഞാത്വാ അജ്ഞാത്വചകർമാണി ജനോയം അനുതിഷ്ഠതി, മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് അതോ എല്ലാവരും ചെയ്യുന്നത് പോലെ ആവർത്തിക്കുകയാണോ? നമ്മുടെ മനസ്സിനുള്ള ഒരു വലിയൊരു ദൗർബല്യമാണത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണണ്ട അപ്പൊ എനിക്കും ചെയ്യണം തോന്നും. അതെന്തിനാ ചെയ്യണമെന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ അവർക്കായിട്ട് പുണ്യം കിട്ടണ്ട, ഇത്തിരി എനിക്കും കിട്ടട്ടെ എന്നുള്ളതാണ്. പാവം പണ്ട് ശങ്കരാചാര്യർ അങ്ങനെ പെട്ടുപോയി. അദ്ദേഹം കാശിയിൽ പോയതായിരുന്നു.
കാശിയിൽ ചെന്ന് വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് മുമ്പ് ഗംഗയിലൊന്ന് കുളിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. അപ്പൊ തന്റെ കമണ്ടലുണ്ടായിരുന്നു കയ്യിൽ. കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ ശങ്കരാചാര്യർക്ക് തോന്നി, പിള്ളേരിനി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കമണ്ടലെടുത്ത് കൊണ്ടുപോകണ്ട, ഒരു ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് കമണ്ടലിൽ അവിടെ വെച്ച് മൺകൊണ്ടൊരു കൂന ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കുളിക്കുകയാണ്. ദൂരെ നിന്ന് കാശിയിലേക്ക് വന്ന തീർത്ഥാടകരൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ കുളിക്കാൻ പോകുന്നതും അദ്ദേഹം ഇങ്ങനെ ഒരു കൂന ഉണ്ടാക്കി വയ്ക്കുന്നതും കുളിക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും. ശങ്കരാചാര്യസ്വാമികൾ വെള്ളത്തിൽ മുങ്ങി, തീർത്ഥത്തിൽ മുങ്ങി, പിന്നെ തർപ്പണാദികൾ തന്റെ നിത്യാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഭക്തജനങ്ങളൊക്കെ ഓടി വന്ന് ശങ്കരാചാര്യർ ഉണ്ടാക്കിയതുപോലെ കുറേ മൺകൂനകൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് വേഗം വെള്ളത്തിലിറങ്ങി അവരും കുളിക്കാൻ തുടങ്ങി. ശങ്കരാചാര്യർ കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഒരു കൂനയ്ക്ക് പകരം ഒരു 10,000 കൂനകൾ. കമണ്ടലിപ്പ് എങ്ങനെ കിട്ടും? തട്ടി നോക്കാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, താൻ കാലുകൊണ്ട് തട്ടിയാൽ ബാക്കിയുള്ളവർ ശരിക്കും കാലുകൊണ്ട് തട്ടുമെന്ന് മനസ്സിലാക്കി. പോയ കമണ്ടലേ പോകുള്ളൂ, ഇനി കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നാണ്. ഇതാണ് കൂടുതൽ ആളുകളുടെയും ഭക്തി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു കണ്ടാൽ എന്നാ പിന്നെ നമ്മളും ഉണ്ടാക്കി വെച്ചു. എന്തിനാ ഏതിനാന്നുള്ളൊരു ചോദ്യം ചോദിക്കില്ല. ഭഗവാൻ ചോദിക്കുകയാണ്, മനസ്സിലാക്കിയിട്ടാണോ അച്ഛൻ ചെയ്യുന്നത്? അച്ഛൻ നോക്കി ഭഗവാന്റെ മുഖത്തേക്ക് പറഞ്ഞു, ഇന്ദ്രനല്ല അച്ഛ അങ്ങനെയാണെങ്കിൽ പൂജ ചെയ്യേണ്ടത്. അതെന്താ ഉണ്ണി എങ്ങനെ? ഇന്ദ്രനാണ് മഴയുടെ ദേവതയെങ്കിൽ സമയാസമയം ഇന്ദ്രന് മഴ പെയ്യാൻ ബാധ്യസ്ഥനാണ്, മഴ പെയ്യിക്കാൻ. കാരണം അത് കാലം അദ്ദേഹത്തിന് കൊടുത്ത കർത്തവ്യമാണ്. മാറി നിൽക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. നമ്മൾ പൂജ ചെയ്തിട്ട് വേണ്ട ആര് മഴ പെയ്ക്കല്? ഇന്ദ്രൻ മഴ പെയ്ക്കല്. ഇന്നിപ്പോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, സോമയാഗം ചെയ്താലേ മഴ പെയ്യുള്ളൂ എന്ന്. ഇനിയിപ്പം വീടുകളിൽ സോമയാഗം വരുമോന്ന് അറിയില്ല. അത്രത്തോളം ഒരു വിശ്വാസം ഇങ്ങനെ കൂടി വരുന്നു. കലൗ കേശവ കീർത്തനാൽ, കലയിൽ കലികാലത്തിൽ ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞം എന്നാണ് ഭഗവാൻ ഗീതയിലും ഭാഗവതത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീണ്ടും ലോകം മറ്റ് യജ്ഞങ്ങളിലേക്കാണ് കാശ് ചെലവഴിച്ചിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വിശ്വാസമൊക്കെ കൂടി വരികയാണ്. പോട്ടെ, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഭാഗവതത്തിൽ തന്നെ പറയും, ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ യജ്ഞം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള യജ്ഞങ്ങൾ തന്നെയാണ്, ജ്ഞാനയജ്ഞം തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനയജ്ഞം കരിഷ്യാമി, ജ്ഞാനയജ്ഞം ചെയ്യാന്നാണല്ലോ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അച്ഛ ചെയ്യേണ്ടത് ഗോവർദ്ധനത്തെയാണ്. അതെന്താ ഗോവർദ്ധനത്തെ പൂജിക്കേണ്ടത്? കാരണം കുടിക്കാനുള്ള വെള്ളം പുഴകളായിട്ട് വരുന്നത് പർവ്വതങ്ങളിൽ നിന്നാണ്. അതുപോലെ പശുക്കൾക്ക് വേണ്ട പുല്ല് കിട്ടുന്നത് പർവ്വതങ്ങളിൽ നിന്നാണ്. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് പർവ്വതങ്ങളാണ്. നമ്മുടെ പർവ്വതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഗോവർദ്ധനം അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രത്യക്ഷ ദേവതയായ ഗോവർദ്ധനത്തെ പൂജിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിലേക്ക് പൂജിക്കാൻ ഭഗവാൻ പറയുന്നു, തസ്മാൽ സംപൂജയേൽ കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൾ അഞ്ജസായേന വർത്തേത തദേവാസി ദൈവതം. തസ്മാൽ സംപൂജയേൽ കർമ്മ, തന്റെ കർമ്മത്തെ നമുക്ക് ജീവിക്കാൻ ആരൊക്കെ എന്തൊക്കെ തരുന്നുണ്ടോ അതിനെ പൂജിക്കൂ എന്ന് പറയാണ്. അപ്പോ ഒരാള് ഓഫീസ് പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇരുന്ന് അമ്പലത്തിൽ പോയിട്ട് 24 മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു അത് തോന്നിവാസമാണെന്ന്. തന്റെ കർമ്മരംഗത്തെ പൂജിക്കാനാണ് പറയുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരാള് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു എങ്കിൽ അത് തോന്നിവാസമാണ്. അത് ഭഗവാൻ പറയുന്നത് പൂജയല്ല എന്ന്. നോക്കൂ, നമ്മുടെ ഈ പൂജ എന്നുള്ള സങ്കല്പം വളരെ വ്യക്തമായിട്ട് ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നു. തസ്മാൽ സംപൂജ. ഞാൻ വായിക്കുന്നത് 24-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകമാണ്. അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അർജുനൻ ചോദിക്കും, ഞാൻ അങ്ങയെ എങ്ങനെയാ പൂജിക്കേണ്ടത് കൃഷ്ണാണ്. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, എന്നെ പൂജിക്കേണ്ടത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ സ്വകർമ്മണ തമഭ്യച്യ സിദ്ധിം വിന്ദതി മാനവ. നീ ചെയ്യുന്ന കർമ്മത്തെ കൊണ്ട് എന്നെ പൂജിക്കൂ എന്നാണ്. കർമ്മം തന്നെ പൂക്കളായിട്ട് എന്നിൽ അർപ്പിക്കുന്നു. അപ്പൊ പാത്രം കഴുകുന്നതൊരു പൂജയാണ്, ചൂലെടുത്തടിച്ചു വാരുന്നത് പൂജയാണ്, അതുപോലെ വസ്ത്രം കഴുകുന്ന ഒരു പൂജയാണ്. അതൊക്കെ പൂജയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ നമുക്കതൊന്നും പൂജയായിട്ട് തോന്നുന്നില്ല പറയാണ്. നമുക്ക് പൂജയായിട്ട് തോന്നുന്നത് ഒരു ഫോട്ടോ വെച്ച് 4 പൂക്കൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഓക്കെ പൂജയാണ്. അതൊക്കെ അങ്ങേയറ്റം സ്ഥൂലതലത്തിൽ പറയുന്ന പൂജകളാണ്. അതിന്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ
നമ്മളൊരു പെണ്ണെടുത്ത് എഴുതുന്നത് പോലും എന്തായിത്തീരും? പൂജയായിത്തീരും. നമ്മളൊരാളോട് വർത്തമാനം പറയുന്നത് പോലും പൂജയായിത്തീരും. അതിഥി ദേവോ ഭവ. ഒരാളെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പോലും അവിടെ പൂജയായിത്തീരും. പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പായസം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ വരുന്ന ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് തന്നെ വലിയ നിവേദ്യം സമർപ്പിക്കലായി കഴിഞ്ഞു പറയണം. അത് പൂജയുടെ അങ്ങേയറ്റം സൂക്ഷ്മമാണത്. അതുകൊണ്ട് ആ തലങ്ങളിലേക്ക് ഭഗവാൻ ഉയർത്താൻ വേണ്ടി പറയുന്നു, തസ്മാൽ സംപൂജയേത് കർമ്മ സ്വഭാവസ്വകർമ്മകത്. ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് കർമ്മങ്ങൾ എന്തുണ്ടോ അതാണ് പൂജ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ ഭാര്യയുടെ ധർമ്മം ചെയ്യുന്നത് പൂജയാണ്, ഭർത്താവിന്റെ ധർമ്മം ചെയ്യുന്നത് പൂജയാണ്. ഇതൊക്കെയാണ് നമ്മൾ പൂജയായിട്ട് പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഭാരതം പോലെ ഇത്ര പവിത്രമായൊരു ലോകം വേറെ ഇവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആളുകൾ അമേരിക്കയിലേക്ക് പോകുന്നത്? കാരണം അവർക്ക് വർക്ക് തന്നെ ഒരു വർഷിപ്പാണെന്ന് പറയുന്നത്. അവർ പ്രവൃത്തിയിൽ സിൻസിയറാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പുരോഗതി പ്രാപിക്കാൻ സാധിച്ചത്. ജപ്പാനൊക്കെ ഇത്രയും പുരോഗതി പ്രാപിക്കാൻ സാധിച്ചത് പ്രവൃത്തി തന്നെ ഒരു പൂജയായിട്ട് അവരെടുക്കണോ പറയാണ്. എന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു, ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടണു. എന്തുകൊണ്ട്? അവിടെ മര്യാദയ്ക്ക് പണിയെടുക്കില്ല, അവിടെ തോന്നിവാസം ചെയ്യൂ. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ നേരെയാവുക. അപ്പൊ അമ്പലങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ കർമ്മരംഗത്ത് പൂജ നടത്താൻ സാധിക്കണം. ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട് കല്യാണം കഴിക്കാനല്ല വിവേകം വേണ്ടത്. അങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നിയാൽ തന്നെ കല്യാണം കഴിച്ച് ഭാര്യയെയും ഭർത്താവിനെയും സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ഗുരുവായൂരപ്പനിലുള്ള പൂജ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അല്ലാതെ അവിടെ പോയി കല്യാണം കഴിച്ച് 2 മാസം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നത് അത് തോന്നിവാസമാണ്. അത് ഭഗവാൻ ആ തരത്തിലാണ് പൂജ ചെയ്യാൻ പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ഭാഗവതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ അത് നമുക്കുണ്ടാവണം. നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ പരമാർത്ഥത്തിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വരണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു പൂജയാണ്. അപ്പൊ നമുക്കത് വേസ്റ്റാക്കാൻ തോന്നില്ല. അത് നമ്മൾ മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ സാധനവും നമ്മൾ വളരെ വളരെ വിവേകത്തോടുകൂടി ഉപയോഗിക്കാനും ചെയ്യാനും ചെയ്യുമ്പോൾ അത് തന്നെ വലിയ പൂജയായിത്തീരും. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എവിടെയാണ് ഈശ്വരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീൻലിനെസ് ഈസ് ഡിവിനിറ്റി എന്നാണ്. വൃത്തിയാണ് എന്നെ സംബന്ധിച്ച് ഈശ്വരത്വം എന്നാണ്. അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ ഈശ്വരൻ എന്നുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു പടി കടന്ന്, നിങ്ങൾ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എടുത്ത് വായിക്കുമ്പോൾ 10-ാം അധ്യായം എടുത്ത് വായിക്കണം. ക്ഷേത്രങ്ങളിലെ അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ക്ഷേത്രങ്ങളിലുള്ള ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഗാന്ധിജി എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്ന പിതാമഹനായ ഗാന്ധിജിയുടെ വാക്കുകൾ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ 10-ാം അധ്യായം ശ്രദ്ധാപൂർവ്വം എടുത്ത് വായിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചത്. എനിക്ക് ക്ഷേത്രങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം എഴുതി വയ്ക്കണം. കാരണം അതെന്തുകൊണ്ടാണ്? ആളുകൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പറയാണ്. കർമ്മരംഗങ്ങളിലേക്ക് അവന്റെ ജീവിതത്തിലേക്ക് പൂജയെ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് അമ്പലങ്ങളിലെ പൊളിറ്റിക്സും തമ്മിൽ തല്ലും ഇടിയും കുത്തും പണത്തിന്റെ പേരിൽ നായാട്ടമൊക്കെ ഉണ്ടാവുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഗോവർദ്ധനത്തെ പൂജിക്കാൻ പറയുകയാണ്. അപ്പൊ ഒരു ദേവതയായ ദേവനായ ഇന്ദ്രനെ പൂജിക്കുന്ന പരം ഗോവർദ്ധനത്തെ എടുത്ത് പൂജിച്ചപ്പോൾ ഭഗവാന് തോന്നി അച്ഛന് വിശ്വാസം വരില്ല എന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ രൂപത്തെ മാറ്റിക്കൊണ്ട് ഒരു ഭീമാകാരമായ പർവ്വതത്തിന്റെ രൂപത്തെ എടുത്ത് അച്ഛന്റെ മുന്നിൽ വായ പൊളിച്ചു നിന്നു. ഈ ഋത്വിക്കുകളുടെ മുന്നിൽ പൂജാരിമാര് ഓരോ അടയും പായസമൊക്കെ എടുത്തിട്ട് ആ ഭീമാകാരമായ രൂപത്തിന്റെ വായിലേക്ക് ഇട്ടു കൊടുത്തു. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഒരു ഭാഗത്ത് കണ്ണന്റെ രൂപത്തിൽ നിന്നിട്ട് പറയാണ്, എന്നെങ്കിലും അച്ഛാ ഇന്ദ്രൻ ഇതുപോലെ വന്ന് വായ പൊളിച്ചിട്ടുണ്ടോന്നും. അപ്പൊ അച്ഛനും വിശ്വാസമായി. ശരിയാണ്, ഗോവർദ്ധനാണ് ഇങ്ങനെ ആദ്യം വായ പൊളിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്, ഗോവർദ്ധനത്തെ പൂജിച്ചാൽ ഓൺ ദ സ്പോട്ടിലാണ് ഫലം കിട്ടുക. ഇന്ദ്രനൊന്നും ഒരു ശക്തിയില്ല. അപ്പൊ അച്ഛന് വിശ്വാസമായി. അതൊക്കെ കഴിഞ്ഞ് ഗോവർദ്ധന പൂജയൊക്കെ ഗംഭീരായി നടന്നു. ഈ ഗോവർദ്ധന പൂജയുടെ കഥ പറയുമ്പോൾ രസമാണ്. നമ്മൾ ഈ ഗോവർദ്ധനൊക്കെ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. ഏതല്ല കഥ പറയുമ്പോൾ വീണ്ടും പറയാം. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു പോന്നു. തനിക്ക് വർഷാവർഷം കിട്ടുന്ന പൂജ മുടങ്ങിയപ്പോൾ ഇന്ദ്രൻ അങ്ങോട്ട് സഹിച്ചില്ല. കൃഷ്ണൻ ഈശ്വരന്റെ രൂപത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടേണ്ടതും കൂടി നശിപ്പിച്ചുവല്ലോ, തട്ടിയെടുത്തല്ലോ, എന്നാ ഒന്ന് നോക്കണമല്ലോ ആ കൃഷ്ണൻ അത്ര ശക്തിയുണ്ടോ, പവറുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ധിക്കാരം വിചാരിച്ച് ഇന്ദ്രൻ തന്റെ കാർമേഘങ്ങളെയൊക്കെ വിളിച്ചു. എന്നിട്ട് വൃന്ദാവനത്തെ സാഗരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് വർഷം പൊഴിപ്പിച്ചു.
തുമ്പിക്കൈ വണ്ണത്തിൽ വെള്ളം വീണപ്പോ ഗോപന്മാരും ഗോപികമാരൊക്കെ പേടിച്ച് ഭഗവാന്റെ അടുത്ത് എന്ന് ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് ഉള്ളിട്ടോ ഞങ്ങളെ രക്ഷിക്കാമെന്ന്. ആ ഒരു നിമിഷം ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് അവരൊക്കെ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒരു ഗോവർദ്ധനത്തെ ഒന്ന് ചെറുതായി തൊട്ട് ആ ഗോവർദ്ധനത്തെ തന്റെ ചെറിയ വിരലിൽ പിടിച്ചുയർത്തിയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിൽ കുത്തനെ നിൽക്കുന്ന ഒരു പർവ്വതമാണെന്ന്. വൃന്ദാവനത്തിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക 12 കിലോമീറ്റർ വ്യാപ്തിയിൽ നിൽക്കുന്ന ഒരു സാധനമാണെന്ന്. അങ്ങനെയുള്ള പർവ്വതമാണ് ഗോവർദ്ധനം എന്നുള്ളത്. അവിടെ ചെന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് പർവ്വതമൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഉള്ളവർ പറയുന്നത് അതിങ്ങനെ ആഴത്തിലേക്ക് താഴ്ന്നതാണ് പോകുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഗോവർദ്ധനത്തിന്റെ അടുത്തുള്ള ആളുകളൊക്കെ ഗോവർദ്ധന പരിക്രമ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ഭുതം തോന്നും. നമ്മുടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിലത്ത് കിടന്നു ഉരുണ്ടുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കും ഗോവർദ്ധനത്തെ. ചളിയും പിളിയും ചാണകവും എല്ലാറ്റിൻ്റെ ഇടയിലൂടെ നമ്മളങ്ങനെ ഒരിക്കൽ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം മിലിറ്ററിയിൽ വലിയ സീനിയർ ഓഫീസറാണ്. ആ ചളിയിൽ കിടന്നിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. കാരണം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ട് ഗോവർദ്ധനത്തെ അവർ കാണണോ. അവിടെ ചവിട്ടാൻ നമ്മൾ അനുവദിക്കില്ല. അവർ ലോക്കൽ ആളുകളൊന്നും അവിടുന്ന് ഒരു ശില പോലും കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല. അയ്യോ ഭഗവാനെ നിങ്ങൾ കൊണ്ടുപോകരുത് പറയും. അങ്ങനെയുള്ള പവിത്രമായ ഗോവർദ്ധനത്തെ ഭഗവാൻ എടുത്തുയർത്തിയതാണ്. എല്ലാ ഗോപന്മാരും അതിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചു. 7 ദിവസം കനത്ത മഴയും എല്ലാമായിട്ട് വൃന്ദാവനം മുഴുവൻ വെള്ളത്തിലേക്ക് താഴ്ന്നു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദ്രന്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. ഭഗവാൻ ഒരു സങ്കല്പം വെച്ച് ആ വെള്ളത്തെ മുഴുവൻ മറച്ചു കളഞ്ഞു. ഭഗവാൻ 7ാമത്തെ ദിവസം തന്റെ ശക്തിയെല്ലാം ഗോവർദ്ധനത്തെ താഴെ വെച്ച് ആ ഗോപന്മാരോട് തിരിച്ചു പോകാൻ പറയുമ്പോൾ ഒന്നും സംഭവിക്കാത്തൊരു സ്ഥലം പോലെ തീർന്നു വൃന്ദാവനം എന്നാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ തിരിച്ചു വന്ന് നോക്കുകയാണ് എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ വെച്ച് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു. 27ാമത്തെ അധ്യായത്തിൽ എന്നിട്ട് ഇന്ദ്രന്റെ സ്തുതി കഴിഞ്ഞപ്പോൾ സ്വർഗലോകത്തിലിരിക്കുന്ന സുരഭി, അതായത് പശു വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു എന്നാണ്. അതാണ് നമ്മളിവിടെ നേരത്തെ ചെയ്ത ഗോവിന്ദാഭിഷേകം. അങ്ങനെ ഭഗവാനെ പ്രകീർത്തിച്ച് അവരൊക്കെ നമസ്കരിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ ഇന്ദ്രന്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്, നാം നമ്മുടെ കർമ്മങ്ങളെ തന്നെ പൂജയായി കൊണ്ടു നടന്നാൽ ഒരു ഇന്ദ്രൻ വിചാരിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും. ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയും അതൊരു പൂജയാക്കാൻ നമുക്ക് സാധിക്കണം. ചെയ്യുന്നതൊക്കെ ഭഗവത് പൂജയായി തീരട്ടെ. അത് അമ്പലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കട്ടെ. അത് വീട്ടിലൊരു പൂജാമുറിയിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കട്ടെ. അത് നമ്മുടെ എല്ലാ രംഗങ്ങളിലും, അടുക്കളയിലും, അതുപോലെ എവിടെ നോക്കിയാലും, ആരോട് പറയുമ്പോഴും ആർക്കെന്ത് കൊടുക്കുമ്പോഴും അതൊരു പൂജയായി തീരട്ടെ. അങ്ങനെ ഒരു ആദരവിന്റെ, ബഹുമാനത്തിന്റെ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ, പരസ്പരം ആദരിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല പറയാണ്. മനസ്സിലാവുണ്ടല്ലോ. ഇവിടെ കൊലയും കൊലപാതകവും ചതിയും വഞ്ചനയൊക്കെ നടക്കുന്നത് മനുഷ്യർക്ക് പരസ്പരം സ്നേഹവും വിശ്വാസവും ഇല്ലാത്തതുകൊണ്ടാണ്. സ്നേഹമുള്ളിടത്ത് വിദ്വേഷമുണ്ടാവില്ല. സ്നേഹമുള്ളിടത്ത് കൊല ചെയ്യാൻ തോന്നില്ല. സ്നേഹം കുറയുന്നത് കൊണ്ടാണ് പകയും വിദ്വേഷവും കൊലയും കൊലപാതകങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയൊരു സ്നേഹത്തിന്റെ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ എത്ര പേരെ സ്നേഹിച്ചിട്ടുണ്ട്? എന്റെ സ്നേഹം എത്ര പേരിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്? അതോ ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ? എത്ര നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? ഇത് നമുക്ക് ചോദിക്കാൻ സാധിച്ചാൽ വാട്ട് ദ സൊസൈറ്റി ഹാസ് ഡൺ ടു മീ എന്ന് നമ്മൾ ചോദിക്കുക. എന്ത് സൊസൈറ്റി എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കണം നമ്മൾ. ഞാൻ എൻ്റെ സൊസൈറ്റിക്ക്, ഞാൻ എൻ്റെ സമൂഹത്തിന്, ഞാൻ എൻ്റെ ചുറ്റുപാടിന് എന്ത് ചെയ്തു? ഇങ്ങനെ ചോദിക്കാൻ സാധിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വം തിരിച്ചറിയും. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോഴാണ് ഭഗവത് പൂജയായി തീരുന്നത്. അങ്ങനെ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഗം ഉപസമരിപ്പിക്കുന്നു. ഇനിയാണ് ഭാഗവതത്തിലെ മനോഹരമായ ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ നൃത്തം, രാസലീല എന്നറിയപ്പെടുന്ന ഭാഗം. ഭഗവാൻ ഗോപികമാരോട് പറയേണ്ടായി, ഗോപികമാരെ നിങ്ങളെ ഞാൻ ഒരിക്കൽ അനുഗ്രഹിക്കുന്നു. ഇന്നതാ ശരത്കാലത്തിലെ പൂർണ്ണചന്ദ്രൻ പൗർണമി വന്ന ദിവസം ഭഗവാൻ ഗോപികമാരുമൊത്ത് ആ വൃന്ദാവനത്തിൽ യമുനാ നദി കരയിൽ വെച്ച് ലീലയാടും. 1ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. ഇനിയുള്ള അധ്യായങ്ങൾ വായിച്ചതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ